പ്രവർത്തനങ്ങൾ: കഥ വിശകലനം ചെയ്യൽ, കഥാപാത്രങ്ങളെ വിലയിരുത്തൽ, പ്രയോഗവ്യവസ്ഥ മനസ്സിലാക്കി ഉപയോഗിക്കൽ, വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കൽ. പഠന തെളിവുകൾ: വിശകലനക്കുറിപ്പുകൾ, നിരൂപണക്കുറിപ്പുകൾ, പ്രതികരണക്കുറിപ്പുകൾ, അനുപ്രയോഗങ്ങളുടെ ഉപയോഗം. പ്രവർത്തനങ്ങൾ: പ്രവർത്തനം 1. പ്രവേശക പ്രവർത്തനം. തിരുക്കുറളിലെ വരികൾ കുട്ടികൾ വായിക്കുന്നു, പ്രതികരിക്കുന്നു. സൗഹൃദങ്ങൾ തരുന്ന സന്തോഷം ചർച്ച ചെയ്യുന്നു. പ്രകൃതിയിൽ കാണുന്ന നിഷ്കളങ്ക സ്നേഹബന്ധങ്ങൾ. സൂര്യതാപം സ്വയമേറ്റ് തണലേകുന്ന വൃക്ഷങ്ങൾ. അത്തരം ബന്ധങ്ങൾ ജീവിതത്തിന് നൽകുന്ന സൗഭാഗ്യങ്ങൾ. ചർച്ചയിൽ നിന്നുള്ള ആശയങ്ങളുടെ ക്രോഡീകരണം. വിലയിരുത്തൽ: സ്നേഹബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയുന്നു. പാഠാവതരണം: കഥാകൃത്തിനെക്കുറിച്ച് ചോദിക്കുന്നു. അഗ്നിസാക്ഷി എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ആരുടേതാണ് ഈ നോവൽ? ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏതെങ്കിലും കൃതികൾ വായിച്ചിട്ടുണ്ടോ? തുടർന്ന് കഥാകൃത്തിൻ്റെ ചിത്രവും കൃതികളും ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിക്കാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് കഥ ഭാവാത്മകമായി വായിക്കുന്നു. തുടർ പ്രവർത്തനം: വിശ്വരൂപം എന്ന കഥ വായിക്കുക. പ്രവർത്തനം 2. കുട്ടികളെ 4 ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിനും കഥയുടെ ഓരോ ഭാഗങ്ങൾ നൽകുന്നു. ഓരോ ഭാഗവും ഗ്രൂപ്പുകളിൽ ഭാവാത്മകമായി വായിക്കുന്നു. മികച്ചവ അവതരിപ്പിക്കുന്നു. വിലയിരുത്തൽ സൂചനകൾ: ഉച്ചാരണശുദ്ധി, ശബ്ദക്രമീകരണം, ഭാവം, സ്ഫുടത. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എത്ര നല്ല നാടാണ്. വൃദ്ധൻ്റെ ഈ വാക്കുകളോടുള്ള പ്രതികരണം കുറിക്കുക. വൃദ്ധൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുന്നു. സൂചനകൾ: ഭാരതീയ സംസ്കാരം, വ്യക്തി കുടുംബ സാമൂഹിക ബന്ധങ്ങൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വൈവിധ്യം. സൂചനകൾ വികസിപ്പിച്ച് വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുന്നു. വിലയിരുത്തൽ സൂചനകൾ: സൂചനകൾ ഉൾക്കൊണ്ട് ഉചിതമായി വിലയിരുത്തുന്നു. പ്രവർത്തനം 3. രാവിലൊന്നുണരുമ്പോൾ അമ്മയ്ക്കു കൈനീളുന്നു. പൂവുടലേതോ തൊട്ടു തടവാൻ തഴുകുവാൻ. ഏറെ നാളായി കുനുകൂന്തള ചുരുൾ ചാർത്താർന്നോരിളം ശിരസ്സു തന്മാർ ചേർന്നിട്ടെന്നാകിലും. ബാലാമണിയമ്മ. ഈ വരികൾ ബോർഡിലെഴുതുന്നു. ലഘുചോദ്യങ്ങളിലൂടെ കവിത വിശകലനം ചെയ്യുന്നു. ഇതിനു സമാന സന്ദർഭങ്ങൾ കഥയിലുണ്ടോ? ബിസി സ്ഥലത്ത് ഇതുപോലെ ഒരു അമ്മയായിരുന്നോ? പിന്നീട് എപ്പോഴാണവർ മാറിയത്? പ്രതികരണങ്ങൾ കുറിക്കുന്നു, ക്രോഡീകരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മിസിസ് സ്ഥലത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറയുന്നു. മികച്ചവ അവതരിപ്പിക്കുന്നു. വിലയിരുത്തൽ സൂചനകൾ: കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, തിരിച്ചറിവുകൾ എന്നിവ തിരിച്ചറിയുന്നു. തുടർ പ്രവർത്തനം: സുധീറിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. CE. പ്രവർത്തനം 4. നോക്കൂ, നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവൻ കുറച്ചുനാൾ നമ്മോട് കൂടി താമസിക്കും. ഇങ്ങനെ പറയാൻ ഡോക്ടർ തലത്തിനെ പ്രേരിപ്പിച്ച ജീവിത പശ്ചാത്തലം എന്താവാം? ചർച്ച ചെയ്യുന്നു. സൂചനകൾ: ഡോക്ടർ തലത്തിൻ്റെ കുട്ടികൾ 4 പേരും ബോർഡിങ്ങിലും ഹോസ്റ്റലിലുമാണ് വളർന്നത്. ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയായി വന്ന സുധീറിനെയാണ് 5ാമത്തെ കുട്ടിയായി പരിചയപ്പെടുത്തുന്നത്. സ്വന്തം കുട്ടികൾ 4 പേരും വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നതിലെ ദുഃഖം. വിലയിരുത്തൽ സൂചന: ഡോക്ടർ തലത്തിൻ്റെ ജീവിത പശ്ചാത്തലം തിരിച്ചറിയുന്നു. ഭാഷാ പ്രയോഗ വ്യവസ്ഥ: മഞ്ഞമന്ദാരവും തുളസിയും കാടുപോലെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു. മുൻവാതിൽ അടച്ചിരിക്കുകയാണ്. അയാൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഈ 3 വാക്യങ്ങളിലെയും അവസാന ക്രിയാപദങ്ങൾ ഇരിക്കുക എന്ന ക്രിയയുടെ കേവലമായ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നതെന്ന് കുട്ടികൾ കണ്ടെത്തുന്നു. അവ മുന്നിലുള്ള ക്രിയയുടെ കാലത്തെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രയോഗങ്ങളെ അനുപ്രയോഗങ്ങൾ എന്നു പറയുന്നു. മാഡം തലത്തിനെപ്പറ്റി അയാൾ ഓർത്തുപോയി. ഇവിടെ പോയി എന്ന പദം പോവുക എന്ന ക്രിയയുടെ അർത്ഥമല്ല തരുന്നത്. ആ വൃദ്ധയുടെ സ്നിഗ്ധമായ മുഖത്തു നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഇരുന്നു എന്ന ക്രിയ ചവയ്ക്കുക എന്ന ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിലയിരുത്തൽ സൂചന: അനുപ്രയോഗത്തിൻ്റെ പ്രയോഗം തിരിച്ചറിയുന്നു. കുട്ടികളെ അമ്മ തന്നെ വളർത്തണം.
ശാസിക്കയും ലാളിക്കയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ. മിസിസ് തലത്തിൻ്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്തുന്നു. തുടർ പ്രവർത്തനം. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ലിംഗസമത്വം, അവകാശങ്ങൾ എന്നിവയുമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. സി